ഹലോ. ആ മോളെ, ഞങ്ങൾ ആ ഡ്രൈവർക്ക് പൃഥ്വിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പൃഥ്വി തന്നെയാണെന്ന് അവൻ മൊഴിയും തന്നിട്ടുണ്ട്. പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാനും മെയിനോന്റെ ഡീറ്റെയിൽസ് അവനെ കൊണ്ട് പറയിക്കാനും പറ്റിയ അവസരം ഇത്. അതെ മോളെ. എങ്ങോട്ടേ ഓടുന്നത്? ഇതൊന്നും അല്ല, മറ്റെന്തോ കുഴപ്പമുണ്ട്. സഹദേവ, സഹദേവ, എടാ ഇന്ന് നീ കാണിക്കുന്നത് എടാ നാട്ടുകാർ കണ്ട് എന്ത് പറയും? സഹദേവേട്ടാ, അയ്യോ, എനിക്ക് വട്ടൊന്നുമില്ല. ഈ കിരം പറഞ്ഞു കേട്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാര്യമൊന്നും മനസ്സിലായില്ലേ? ഞാനേ മിണ്ടാതെ ഉരിയാടാതെ ഈ തകിടും കൂടും കൊണ്ടുവന്ന് കുഴിച്ചിടുവായിരുന്നു. എന്താ എടാ നിനക്ക് എന്നു മുതൽ ഈ അന്ധവിശ്വാസമൊക്കെ തുടങ്ങിയത്? സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് വരെ പലതും നമുക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും. എന്റെ മഹിയേട്ടാ, ഇങ്ങോട്ട് വാ. ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടു. എന്ത്? ആ കൊടിയ ബാധ! അയ്യോ, എന്തുവായിരുന്നു ആ കാഴ്ച! അതാണ് ഞാൻ രാവിലെ തന്നെ ഭൈരവസ്വാമിയുടെ അടുത്തേക്ക് ഓടിയത്. ഓ, എന്നെ കണ്ടപ്പോഴേ സ്വാമിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ തന്നെ ബാധ ആവാഹിച്ച് മൂടിക്കെട്ടി തകിടും കൂടിനകത്താക്കി കൊണ്ടുവന്ന് കുഴിച്ചിട്ട്. ഇനി ആരും ഒന്നും പേടിക്കണ്ട, കംപ്ലീറ്റ് ഞാൻ സെറ്റിൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എന്നോട് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? എടി, രാത്രി വന്ന ബാധയല്ലേ? ഇത് ആരുടെ ശരീരത്തിലാ കയറുന്നെന്ന് ആർക്കാ പറയാൻ പറ്റുന്നേ? നിന്റെ ശരീരത്താ കയറുന്ന നീ എനിക്കിട്ട് പണിയെടുത്തില്ലേ? മതി മതി, നിർത്ത്. എല്ലാരും അകത്തേക്ക് വാ. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. വാ വാ, വന്നേ, വാ ഇങ്ങോട്ട്. ഓരോരോ കോപ്രായങ്ങൾ. പിടുത്തം കണ്ടപ്പം മഹിയേട്ടന്റെ ദേഹത്ത് കയറിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താടി വരാൻ? എന്താടാ നീ എന്താടാ വിചാരിച്ചത്? ഞങ്ങളെ പറ്റിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടാം? അങ്ങനെയൊന്നും നീ രക്ഷപ്പെടില്ല. നിനക്കുള്ള പണി ഇതിനകത്തുണ്ടായിരുന്നു. അത് കണ്ടോ, അത് വെച്ചാണ് നിന്നെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടത്. നീ ആരോടൊക്കെ സംസാരിച്ചു, എവിടേക്ക് പോയെന്ന് ഞങ്ങൾക്കറിയാം. നീ മേനോന്റെ കൂടെയുള്ള ആളെ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അയാൾ എക്സിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ നീ അങ്ങോട്ട് പോയി. ഇതല്ലേ
നിന്റെ എക്സ്. ഇനി നീ മിണ്ടാതിരിക്കുന്നോണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, നീ സത്യം പറഞ്ഞ നിന്നെ ഞങ്ങൾക്ക് ചിലപ്പോൾ രക്ഷിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അത് നീ തീരുമാനിക്കേണ്ട കാര്യം. അതെ, ഇനിയുള്ള കാലം ജയിലിൽ കഴിയണോ അതോ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സുഖമായി ജീവിക്കണോ? നീ തന്നെ തീരുമാനിക്കണം. മാപ്പ് സാക്ഷിയായില്ലെങ്കിൽ ജയിലിൽ കഴിയാന്ന് വ്യാമോഹിക്കുന്നത്. മിക്കവാറും വധശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഈ കേസിലുണ്ട്. നീ പറ, യവനല്ലേ നിന്റെ എക്സ്? അതെ. ആ, ഞങ്ങൾക്കറിയാവുന്നുള്ള കാര്യം ഇത്. എന്നാലും നിന്റെ ഒരു മൊഴിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി. താങ്ക് യു, താങ്ക് യു. ഹലോ. ആ മോളെ, ഞങ്ങൾ ആ ഡ്രൈവർക്ക് പൃഥ്വിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. പൃഥ്വി തന്നെയാണെന്ന് അവൻ മൊഴിയും തന്നിട്ടുണ്ട്. പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാനും മെയിനോന്റെ ഡീറ്റെയിൽസ് അവനെ കൊണ്ട് പറയിക്കാനും പറ്റിയ അവസരം ഇത്. അതേ മോളെ, ഇനി അവനെ അവിടെ നാടകം കളിക്കാൻ സമ്മതിക്കരുത്. ഉം. എന്തെങ്കിലും പറഞ്ഞ് അവനെ പുറത്തിറക്കുക, അറസ്റ്റ് ചെയ്യുക. പൃഥ്വിയെ അറസ്റ്റ് ചെയ്താലും അവൻ പെട്ടെന്ന് കാര്യങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവനെ നമ്മളെ കൈ കിട്ടിയ അവനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാന്നേ. ഓക്കെ കുട്ടേട്ടാ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ആ ശരി മോളെ. ആ കുട്ടേട്ടൻ വിളിച്ചിരുന്നു. പൃഥ്വിയാണ് എക്സ് എന്ന ഡ്രൈവർ കൺഫേം ചെയ്തു. നമുക്കത് കഴിഞ്ഞ ദിവസം തന്നെ കൺഫേം ആയെങ്കിലും ഇങ്ങനൊരു മൊഴി വളരെ അത്യാവശ്യമായിരുന്നു. അതെ. ഇനി ആ ഡ്രൈവറെ മുന്നിൽ നിർത്തി പൃഥ്വിയെ ചോദ്യം ചെയ്താ അവനൊന്നും നിഷേധിക്കാൻ പറ്റില്ല. മേനോനെതിരെ മൊഴി തരാൻ പൃഥ്വി തയ്യാറായി നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കരുതും പോലെ അതത്ര നിസ്സാരമല്ല. പക്ഷേ ഇതെന്തായാലും ഒരു അവസരമാണ്. നമ്മളത് മിസ്സാക്കാൻ പാടില്ല. ഇല്ല, നമുക്ക് പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാം. അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യണോ വേണ്ടയോന്ന് മൊഴി എടുത്ത ശേഷം തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ പൃഥ്വിയെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ട കാര്യങ്ങൾ സെറ്റാക്കാം. യെസ്. അമ്മയെന്ന് കാണണമായിരുന്നു. ശരിക്കും ഭയങ്കര കോമഡി ആയിരുന്നു. ആണോ? അല്ല, എന്നാലും സഹദേവന് എന്ത് പറ്റിയതായിരിക്കും?